ഇന്ന് നമുക്ക് നിങ്ങളൊരു എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സെപ്പറേഷനിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഒന്നുകിൽ അത് പേഴ്സന്റെ സൈഡിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് ആയിരിക്കും. ഏത് രീതിയിലാണ് അത് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഷഫിൾഡ് ആണ്, ഞാൻ നോക്കട്ടെ. Not enough, lacking confidence, self-sabotage, ego and fear and frustrations. നിങ്ങളുടെ പേഴ്സൺ സെൽഫ് സാബോട്ടാജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുകയാണ്. കാരണം കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള പേടി. നിങ്ങളായിട്ട് എന്തെങ്കിലും വഴക്കിട്ട് പോയതായിരിക്കും, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് പോയതായിരിക്കും. നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ അവരായിട്ട് വഴക്കിടുവോ, എങ്ങനെ അവർ തിരിച്ച് സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി അവർക്കുണ്ട്. കട്ട് ഡൗൺ, കട്ടിങ് ഔട്ട്, സെപ്പറേഷൻ, സ്റ്റോപ്പ് ദ പാറ്റേൺ, സൈലന്റ് ട്രീറ്റ്മെന്റ്. ഇത് നിങ്ങളുടെ പാസ്റ്റിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളെ സെപ്പറേറ്റഡ് ആയിട്ട് അവർ പോയി, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് നിർത്തി, നിങ്ങളായിട്ട് സംസാരിക്കുന്ന തീരെ നിർത്തി. എന്നിട്ട് ഇപ്പൊ പെട്ടെന്നൊരു തിരിച്ചു വരവ് അവർ ആഗ്രഹിക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. പിക്ചർ, ലുക്കിംഗ് അറ്റ് പിക്ചേഴ്സ്, മിസ്സിംഗ് യു, നൊസ്റ്റാൾജിയ, മേക്ക് ന്യൂ മെമ്മറീസ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നൊസ്റ്റാൾജിയയിലാണ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള മൂമെന്റ്സ്, നിങ്ങളുടെ പിക്ചേഴ്സ് നിങ്ങൾ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളായിട്ട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. ഹാർട്ട് ബ്രോക്കൺ, ഡീപ്ലി ഹേർട്ട് ആൻഡ് സാഡ്, ഫീലിംഗ് ലോസ്, ഗ്രീവിംഗ് ആൻഡ് ഡെസ്പയർ, ബ്രേക്കപ്പ്. നിങ്ങളെ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ വിട്ടിട്ട് പോയതെങ്കിൽ അവിടെ അവർക്കൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. അവർ ഡീപ്ലി ഹേർട്ടാണ്, സങ്കടത്തിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു ഡിസ്പറേറ്റ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളെയാണ് ഓർത്തത്. The runner, fear of intimacy, running away, intensity, letting go, turmoil and fleeting. അത് തന്നെയാണ്, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഭയമാണ് കേട്ടോ. അടുത്ത് വന്നാൽ നിങ്ങൾ അവരെ ഓടിക്കും എന്നുള്ള ചിന്ത. സെപ്പറേഷൻ, സാഡ്നെസ്, ബിറ്റർനെസ്, മിസ്സിങ് യു, തിങ്കിങ് അബൌട്ട് യു, അൺസർട്ടൻ ഫ്യൂച്ചർ. അത് തന്നെയാണ്, വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ. അവരിപ്പോ സാഡാണ്, വളരെ വിഷമത്തിലാണ്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പാർട്ട്ണർ ഇന്ന്.